ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുരുമുളകിട്ട് വരട്ടിയ ബീഫ് റോസ്റ്റാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലാസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 സവാള ചേർത്ത് കൊടുക്കാം. 3 സവാള ടോട്ടലി എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒരു 10 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. എനിക്ക് 10 വിസിൽ വേണ്ടി വന്നു, നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല. ഇപ്പോൾ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ 1.5 സവാള ചേർത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇതിൻ്റെ നിറം ഒന്ന് മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ചാറ് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, ബീഫ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. അതിനുശേഷം ബീഫ് വേവിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനി നമ്മൾ വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും. ഞാൻ ഈ ഫ്ലേവറൊന്നും എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് ലാസ്റ്റിലൊന്ന് ചേർക്കുമ്പോൾ ഇതിൻ്റെ ഈ ഫ്ലേവർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഇതിനി ഒരു 2-3 മിനിറ്റ് കൂടി വറ്റിച്ചെടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ കുരുമുളകിട്ട് വരട്ടിയ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.